പാഠാവലിയിലെ ഓടയിൽ നിന്ന് എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പി. കേശവദേവ്, തകഴി ശിവശങ്കരപിള്ള, പൊൻകുന്നം വർക്കി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നീ പേരുകൾ നാം എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? സാധാരണ മനുഷ്യരുടെ ജീവിതം തങ്ങളുടെ രചനകളിൽ പ്രതിഫലിപ്പിച്ച അതുല്യ പ്രതിഭകളായിരുന്നു ഇവർ. വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകൾ ചിത്രീകരിക്കുമ്പോഴും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കഥ പറഞ്ഞ് എന്താണ് ഇവരുടെ പൊതുവായ സവിശേഷത? സാധാരണക്കാരുടെ ജീവിതത്തിലെ സ്നേഹം, കാരുണ്യം, പ്രതീക്ഷ, സഹഭാവം എന്നിവ പ്രസരിപ്പിക്കുന്നതാണ് ഇവരുടെ രചനകൾ. കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിന്റെ 4ാം അധ്യായമാണ് നമ്മുടെ പാഠഭാഗം. നോവലിന്റെ കഥാഗതിയിലെ പ്രധാന വഴിത്തിരിവാണ് ഈ അധ്യായത്തിലുള്ളത്. വളരെ ലളിതമായ ഭാഷയിൽ കഥാനായകനായ പപ്പുവിന്റെ സവിശേഷതകൾ വായനക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ രചനകളെല്ലാം. കേശവദേവിന്റെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന് എന്നത്. ഒരു റിക്ഷാക്കാരനാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം. അതാണ് ഈ നോവലിന്റെ അടിസ്ഥാനം. ഒന്നിനും വേണ്ടിയല്ലാത്ത സ്നേഹമാണ്. ഈ കൃതിയുടെ അടിസ്ഥാന ഭാഗം അനാഥനായി വളരേണ്ടി വന്ന ഒരു റിക്ഷാക്കാരന്റെ ജീവിത കഥയാണിത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരു കൊച്ചു പെൺകുട്ടിയോട് തോന്നിയ പിതൃതുല്യമായ വാത്സല്യം അയാളുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ്. അവൾക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച അയാൾക്ക് പക്ഷേ ആ സ്നേഹം തിരിച്ചു ലഭിക്കുന്നില്ല. വൈരുദ്ധ്യം നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യത്തെ ഈ നോവലിൽ കേശവദേവ് പച്ചയായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അക്കാലത്തെ നോവലുകളെല്ലാം സിനിമയാക്കപ്പെട്ടിരുന്നു. 1965 ഈ നോവലും ഓടയിൽ നിന്ന് എന്ന പേരിൽ തന്നെ സിനിമയായി. KS സേതുമാധവനാണ് സംവിധായകൻ. കേശവദേവ് തന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത്. ദിവംഗതനായ അതുല്യ നടൻ ശ്രീ സത്യനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ പപ്പുവിന് ജീവൻ നൽകിയത്. അദ്ദേഹത്തിന്റെ അതുല്യമായ അഭിനയത്തിലൂടെ ഇതിലെ നായക കഥാപാത്രം മലയാളികളുടെ ഉള്ളിൽ ഇന്നും അനശ്വരമായി നിലകൊള്ളുന്നു. കഴിയുന്ന എല്ലാ കുട്ടികളും ഈ സിനിമ കാണുവാൻ ശ്രമിക്കുമല്ലോ. യൂട്യൂബിൽ ഈ സിനിമയുടെ പൂർണ്ണ രൂപം ലഭ്യമാണ്. മാത്രമല്ല, ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവൽ വായിച്ചിരിക്കണം. പല ഭാഷകളിലേക്കും ഈ നോവൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ കേശവദേവിനെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. അത് എല്ലാവരും വായിക്കുക. അതിനുശേഷം കേശവദേവിനെ കുറിച്ച് ചുമർ പത്രിക തയ്യാറാക്കാമല്ലോ. തയ്യാറാക്കിയത് മലയാളം അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായി ഇരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Hi friends, once again I'm welcoming you all to the English class. I hope you all are fine. If you had your breakfast? Okay, good. So we studied more and more stories and funny poems. Today also we are discussing a story about a mirror. What's mirror? Kannadi.
കണ്ണാടി എന്ന ഉപകരണം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ലുക്ക് ആഫ്റ്റർ അവർ ഫേസ്, അല്ലേ? നമ്മുടെ മുഖം നോക്കാനാണ് നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ണാടിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വാട്ട്സ് ദാറ്റ്? ഇഫ് വി ക്രൈ, the mirror also cry. If we laugh, the mirror also laugh. If we dance, the mirror also dance. That's a feature of a mirror. He is a truthful guy. അല്ലേ? ഒരു സത്യസന്ധനാണ് മിറർ അഥവാ കണ്ണാടി. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാവും കണ്ണാടി ചെയ്യുക. കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് ഇപ്പോൾ നമ്മൾ കരഞ്ഞാൽ കണ്ണാടി കരയുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ യൂണിറ്റിലെ ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം, a main character in the story is a fisherman. Who is fisherman? Who catches the fish, അല്ലേ? മീൻ പിടിക്കുന്ന ആളെയാണ് മീൻപിടുത്തക്കാരൻ, ഫിഷർമാൻ എന്ന് പറയുന്നത്. Where did the fisherman lives? എവിടെയാണ് ഫിഷർമാൻ ജീവിക്കുന്നത്? Let's look after your textbook. നമ്മുടെ ഫിഷർമാൻ ജീവിക്കുന്നത് ഒരു ഐലൻഡിലാണ്. What's mean by island? ഐലൻഡ് എന്ന് വെച്ചാൽ എന്താണ്? Did you see the island? No way. നമ്മൾ ഐലൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥം ദ്വീപ് എന്നാണ്. ദ്വീപിന് ചുറ്റും എന്തായിരിക്കും? വെള്ളമായിരിക്കും. നടുഭാഗത്ത് ഭൂമി ഉണ്ടാവും, അല്ലേ? അതാണ് ദ്വീപ്. അപ്പോൾ a fisherman lived in a island. What were the features of an island? Let's see. Long ago, a fisherman and his wife lived on an island. There was fisherman and his wife also. It was a lonely island. The people of the island led a quiet and simple life. അവിടുത്തെ ആൾക്കാർ, ആ ദ്വീപിലെ ആൾക്കാർ വളരെ ക്വയറ്റും സിമ്പിളുമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. They had no electricity. അവർക്കവിടെ കറണ്ട് ഇല്ലായിരുന്നു. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കറണ്ട് ഒരു ദിവസം മുഴുവൻ കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? പക്ഷേ അവിടെ കറണ്ടേ ഉണ്ടായിരുന്നില്ല. There was no electricity and there was no phone. ഫോൺ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഫോണിലൂടെയൊക്കെയാണ് പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ there was no phone. പിന്നെ അവിടെ എന്തുണ്ടായിരുന്നില്ല? നോ ടെലിവിഷൻ. അവിടെ ടെലിവിഷനും ഉണ്ടായിരുന്നില്ല. പിന്നെയോ, important thing that we know the outer world is newspaper. There was no newspaper. Then how the people in the island know about the outer worlds? Let's see. The only way the islanders came to know about the world outside was through the ships that passed the island. അതായത് ഐലൻഡിലൂടെ, ദ്വീപിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ വഴിയാണ് ഐലൻഡേഴ്സ്, അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ പുറം ലോകത്തെ അറിയാൻ തുടങ്ങിയത്. എങ്ങനെ അറിയാൻ തുടങ്ങി? കപ്പലിങ്ങനെ പോയാൽ അവരറിയോ? Let's see. The sailors in the ship threw old worn-out toothbrushes, broken buckets, torn shoes, etc. എന്താ അവിടെ സംഭവിച്ചത്? ഈ കപ്പലിലുണ്ടായിരുന്ന തൊഴിലാളികൾ അവർ ഉപയോഗിച്ചിട്ട് പഴയതായ, വാട്ട്സ് മീൻ ബൈ worn out? യൂസ്ലെസ്, അല്ലേ? അവർ ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും, ലൈക്ക് ടൂത്ത് ബ്രഷസ്, ബ്രോക്കൺ ബക്കറ്റ്സ് എന്ന് പറയുമ്പോൾ
പൊട്ടിയ ബക്കറ്റുകൾ ആൻഡ് ടോൺ ഷൂസ്. ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇവരെന്ത് ചെയ്യും? കടലിലേക്ക് എറിയും. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? When these things came ashore, the people of the island collect them. അപ്പോൾ ഐലൻഡിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവർക്ക് ഓരോ സാധനങ്ങളും എവിടെ നിന്നാണ് കിട്ടുന്നത്? The ships passed through the island, അല്ലേ? അപ്പോൾ ഈ ഐലൻഡിൽ കൂടെ പാസ് ചെയ്തിരുന്ന ഷിപ്സ് വഴിയാണ് ഇവർ പുറം ലോകത്തെ നന്നായി അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ടൂത്ത് ബ്രഷസ്, ടോൺ ബക്കറ്റ്സ്, ടോൺ ഷൂസ് ഇതൊക്കെ അവരെന്ത് ചെയ്യും? വലിച്ചെറിയും. ഇത് വലിച്ചെറിഞ്ഞ് that come ashore. What's meant by ashore? അടുത്തേക്ക്. ആ ഒരു അടുത്തേക്ക് വരുമ്പോൾ, നമ്മുടെ ഈ ഐലൻഡേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും? ദേ കളക്ട് ദം. അവരത് കളക്ട് ചെയ്യും, അവരത് എടുക്കും, എന്നിട്ട് അവരത് ഉപയോഗിക്കും. അങ്ങനെ ആണ് അവർ ചെറുതായിട്ട് പുറം ലോകത്തെ അറിയാൻ തുടങ്ങിയത്. സോ there was no television, no phone, no newspaper, no electricity. ഇങ്ങനെയുള്ള അഭിവാചികമായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. So today's class we discussed about the features of the island. Okay. So I have told you an activity on this unit. The activity is that list out the new words from this reading paragraph and read it well in your home. So today's class ends here. Stay happy and thank you. नमस्ते, मेरी नाम अपर्णा हूँ. आज मैं आपका कक्षा चल रही हूँ. ഇന്നത്തെ ക്ലാസ്സിൽ സീനയുടെ വീടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹിന്ദിയിൽ വീടിനെ കർ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ പിക്ചറിൽ സീന എവിടെ പോകുകയാണ്, സീന എവിടെ പോകുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പേജ് നമ്പർ 10 ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചിത്രമേൻ ക്യാ ക്യാ ഹേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രമേൻ കോൻ കോൻ ഹേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സീന കഹാ ജാ രഹി ഹേ. ഈ 3 ക്വസ്റ്റ്യന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചിത്രമേൻ ക്യാ ക്യാ ഹേ. ക്യാ എന്ന് വെച്ചാൽ എന്ത്, ക്യാ ക്യാ എന്ന് വെച്ചാൽ എന്തെല്ലാം. അപ്പോ ചിത്രമേൻ ക്യാ ക്യാ ഹേ എന്ന് വെച്ചാൽ ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട്. ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ ആ ടെസ്റ്റ് നോക്കി ഒന്ന് പറഞ്ഞേ. എന്തെല്ലാം ഉണ്ട്? പേട്, കർ. പേട് എന്ന് വെച്ചാൽ മരം, കർ എന്ന് വെച്ചാൽ വീട്. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രമേൻ കോൻ കോൻ ഹൈ. കോൻ എന്ന് വെച്ചാൽ ആര്, കോൻ കോൻ എന്ന് വെച്ചാൽ ആരെല്ലാം. അപ്പോ ചിത്രമേൻ കോൻ കോൻ ഹേ എന്ന് വെച്ചാൽ ചിത്രത്തിൽ ആരെല്ലാം ഉണ്ട്. ആരെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ ആ ടെസ്റ്റ് നോക്കി ഒന്ന് പറഞ്ഞേ. ആരെല്ലാം ഉണ്ട്? പിതാജി, മാതാജി ഓർ ബായി. ഒന്നും കൂടെ, പിതാജി, മാതാജി ഓർ ബായി. ഇനി നമുക്ക് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം. പിതാജി എന്ന് പറഞ്ഞാൽ അച്ഛൻ, മാതാജി എന്ന് പറഞ്ഞാൽ അമ്മ, ബായ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. ഒന്നും കൂടെ, പിതാജി അച്ഛൻ, മാതാജി അമ്മ, ബായ് സഹോദരൻ. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സീന കഹാ ജാ രഹി ഹേ. സീന എവിടേക്കാണ് പോകുന്നത്? സ്കൂളിലോട്ടാണ് സീന പോകുന്നത്. അപ്പോ എങ്ങനെ എഴുതും? സീന സ്കൂൾ ജാ രഹി ഹേ. സീന സ്കൂളിലോട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി താഴെ കിടക്കുന്ന 2 സെന്റൻസ് വായിക്കാം. ആദ്യത്തെ സെന്റൻസ് ആണ് ആദ്യം വായിക്കേണ്ടത്. ഇഹ് സീന ക കർ ഹേ. ഇത് സീനയുടെ വീടാണ്. ഒന്നും കൂടെ, ഇഹ് സീന ക കർ ഹേ. ഇത് സീനയുടെ വീടാണ്. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കേ. സീന കെ കർ മേ മാതാജി, പിതാജി ഓർ ബായി ഹൈ. സീനയുടെ വീട്ടിൽ
അച്ഛനും അമ്മയും സഹോദരനുമുണ്ട്. ഒന്നും കൂടെ, സീന കെ घर में മാതാജി പിതാജി ഓർ ഭായി ഹൈ. സീനയുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരനുമുണ്ട്. അത്രയും മനസ്സിലായോ? ഇനി താഴെ കിടക്കുന്ന സെന്റൻസ് നോക്കിക്കേ. ബതായേ ആപ്കെ घर में कौन कौन है. പറയൂ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതില്ലേ? ഇനി പേജ് നമ്പർ 11 എടുത്തേ. അപ്പൊ അവിടെ മുകളിൽ സ്കൂൾ കെ രാസ്തേ മേ, സ്കൂളിൽ പോകുന്ന വഴിയിൽ, സീന സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. ക്യാ നാം ഹേ, പേരെന്താണ്? അപ്പൊ സീന പറയുകയാണ്, സീന അവർ തും, എന്റെ പേര് സീന, നിങ്ങളുടെ പേരെന്താണ്? मैं അനു, കഹാ രഹത്തി ഹോ, എന്റെ പേര് അനു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പൊ സീന പറയുകയാണ്, അസ്പതാൽ കെ പാസ്, അസ്പതാൽ എന്ന് പറഞ്ഞാൽ ആശുപത്രി, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ആശുപത്രിക്ക് അടുത്താണ് സീന താമസിക്കുന്നത്. ഇനി താഴെ ഒന്ന് നോക്കിക്കേ. ക്യാ തും പാഞ്ച്വി കക്ഷ മേം ഹോ, നിങ്ങൾ 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോ അനു പറയുകയാണ്, ഹാ അതെ. ഒന്നുകൂടെ നോക്കാം. ക്യാ നാം ഹേ, പേരെന്താണ്? സീന പറയുകയാണ്, സീന അവർ തും, എന്റെ പേര് സീന, നിങ്ങളുടെ പേരെന്താണ്? മേം അനു കഹാ രഹത്തി ഹോ, എന്റെ പേര് അനു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അസ്പതാൽ കെ പാസ്, ആശുപത്രിക്കടുത്താണ് ഞാൻ താമസിക്കുന്നത്. ക്യാ തും പാഞ്ച്വി കക്ഷ മേം ഹോ, നിങ്ങൾ 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അനു പറയുകയാണ്, ഹാ അതെ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ? ഇനി ഇവിടെ താഴെ ഒരു സെന്റൻസ് പറയുകയാണ്. വാർത്താലാപ് ആകെ ബെട്ടായേ, സീനയും അനുവും തമ്മിലുള്ള സംഭാഷണം നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്ന് എഴുതി നോക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ പേജ് നമ്പർ 13 എടുക്കുക. അവിടെ സീന കി പ്രൊഫൈൽ, സീനയുടെ പ്രൊഫൈൽ തരുകയാണ്. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നാം സീന കെ കക്ഷ 5, സ്കൂൾ GUP, സ്കൂൾ വടകര, ആയു 11. ഇനി നമുക്ക് മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കാം. പേര് സീന കെ, ക്ലാസ് 5, സ്കൂൾ GUP, സ്കൂൾ വടകര, വയസ്സ് 11. ഇത്ര മനസ്സിലായോ? ഇനി അതിന്റെ താഴെ ഒരു സെന്റൻസ് കൊടുത്തിരിക്കുകയാണ്. യഹ് മേരി പ്രൊഫൈൽ ഹേ, നിങ്ങളുടെ പ്രൊഫൈൽ എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പോ നാം എന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം. കക്ഷ എന്ന സ്ഥലത്ത് നിങ്ങളുടെ ക്ലാസ് എഴുതണം. സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ എഴുതുക. ആയു എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ വയസ്സ് എഴുതുക. അപ്പൊ നിങ്ങൾ എത്ര എഴുതില്ലേ? ഞാനിപ്പോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 3 ഹോംവർക്കും നിങ്ങൾ എഴുതണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പേജ് നമ്പർ 10, ബതായേ ആപ്കെ घर में कौन कौन है. പറയൂ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതുക. പേജ് നമ്പർ 12, ബതായേ വാർത്താലാപ് ആകെ ബെട്ടായേ, സീനയും അനുവും തമ്മിലുള്ള സംഭാഷണം നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതുക. പേജ് നമ്പർ 13, യഹ് മേരി പ്രൊഫൈൽ ഹേ, നിങ്ങളുടെ പ്രൊഫൈൽ എഴുതുക. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി. ഹായ് വര്യൻ, അയാം ആദിത്യൻ. അധ്യാപനത്തോടനുബന്ധിച്ച് ഞാനിവിടെ ഇന്ന് 7th സ്റ്റാൻഡേർഡിൽ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന പാഠത്തിലെ ഒരു ചെറിയ പോർഷൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ നമുക്ക് തുടങ്ങാമല്ലോ. ദി റിനൈസൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം. The fine arts, literature and history in the medieval period were centered on religious ideology. The texts were invariably written in Greek and Latin as these languages were considered elite and scholarly. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. The writers of this period adopted the life of the common man as the central theme of their works. The literature of this period was no longer confined to religion and
philosophy, but gave way to themes that depicted diverse aspects of human life. Similar changes occurred in other art forms like painting and sculpture. The vision primarily concerned with the various aspects of human life is known as humanism. The new spirit of humanism inspired unique thought on the universe and human life. It promoted reasoning and the spirit of inquiry. Consequently, a new awakening in all spheres of human life becomes visible in Europe, and it is known as the Renaissance. ആർട്സുകളും കലകളും എന്നത് ആർട്സുകളും കലകളിലും മെഡിയവൽ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അന്നത്തെ സാഹിത്യകാരന്മാർ എഴുതിയിരുന്ന ഭാഷ ലാറ്റിനും ഗ്രീക്കുകളിലുമായിരുന്നു. 13th സെഞ്ചുറിയിൽ ലാറ്റിനും ഗ്രീക്കും മാറി ഇംഗ്ലീഷും സ്പാനിഷും ഫ്രഞ്ചും ആയി. ദി റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് അപ്പോൾ എഴുത്തുകാർ ഇംഗ്ലീഷിലും സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ തന്നെ വർക്ക്സ് എഴുതി തുടങ്ങി. സിമിലർ ചേഞ്ചസ് പെയിൻറ്റിങ്സിലും ആർട്സിലും വിവിധ വ്യത്യാസം വരുത്തി. അപ്പോൾ നമുക്ക് അവിടെ 2 ക്വസ്റ്റ്യൻ വരുന്നു. ആദ്യത്തേത് വാട്ട് ഈസ് ഹ്യൂമാനിസം? എല്ലാവരും എഴുതുന്നല്ലോ. അത് വാട്ട് ഈസ് ഹ്യൂമാനിസം? HUMANISM. ഒന്നാമത്തെ പാരഗ്രാഫിലെ ലാസ്റ്റത്തെ പോർഷൻ similar changes occurred in other art forms like painting and sculpture. The vision primarily concerned with the various aspects of human life is known as humanism. എല്ലാവരും കണ്ടല്ലോ? കണ്ടു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് റെനൈസൻസ്? വാട്ട് ഈസ് റെനൈസൻസ്? RENAISSANCE. രണ്ടാമത്തെ പാരഗ്രാഫാണ് അതിൻ്റെ ആൻസർ. ദി ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിസം ഇൻസ്പയർഡ് യുണൈറ്റഡ് തോട്ട്സ് ഓൺ ദി യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിംഗ് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് എൻക്വയറി. Consequently, a new awakening in all spheres of human life becomes visible in Europe, and it is known as the Renaissance. എല്ലാവർക്കും രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. Renaissance in literature. നവോത്ഥാനത്തിൻ്റെ കലകൾ, സാഹിത്യം. Petrarch, AD 1304-1374, was one of the eminent writers of the Renaissance period. He is known as the father of Renaissance. The magnum opus of Petrarch is Secretum. Renaissance period ഒരു ഫേമസ് ആയ കലാകാരനായിരുന്നു പെട്രാച്ച്. സാഹിത്യകാരനായിരുന്നു പെട്രാച്ച്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഫാദർ ഓഫ് റിനൈസൻസ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയ വർക്കായിരുന്നു സീക്രട്ടം. അടുത്ത പേജ് മറിക്കില്ലായിരുന്നു. പേജ് നമ്പർ 10. The pictures of a few Renaissance writers and their works are given below. എല്ലാവരും കണ്ടല്ലോ. കുറേ പേരുടെ കുറേ സാഹിത്യന്മാരുടെ വർക്കുകളും അദ്ദേഹത്തിൻ്റെ പേരുകളും കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ എല്ലാവരും. അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Name of the major Renaissance writers are given in the following table. Fill up the corresponding columns with the name of their works. അതായത് അദ്ദേഹത്തിൻ്റെ ഇവിടെ റൈറ്റേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. വർക്ക്സ് നമ്മൾ എഴുതണം. അതായത് പെട്രാച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ വർക്ക് എഴുതണം. അതേപോലെ നമ്മൾ എഴുതണം. പെട്രാച്ചിൻ്റെ എന്തിനാ സീക്രട്ട് പറയൂ, നിങ്ങൾക്കറിയാമോ? ദി ഡിവൈൻ കോമഡി അത് മോളിൽ തന്നിട്ടുണ്ട്. ബൊക്കാസിയോ, ദി ഡെക്കമറൻ, 7 ഡേജസ്, ഡോൺ ക്യൂർസിയോ, എറാസ്മസ്, ദി പ്രൈസ് ഓഫ് ഫോളി. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത്. നെയിംസ് ഓഫ് ദി മേജർ റിനൈസൻസ്. ആ പടങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെയിം ഓഫ് ദി മേജർ റിനൈസൻസ് റൈറ്റേഴ്സ് ആർ ഗീവൻ ഇൻ ദി ഫോളോയിങ് ടേബിൾ. Fill up the corresponding columns with the table names of their works. ഈ കോളം വരച്ച് ആ ക്വസ്റ്റ്യൻ എഴുതി നോട്ട് ബുക്കിൽ എഴുതണം. അടുത്ത പോർഷനോട്ട് നമുക്ക് കിടക്കാമല്ലോ. ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ. റിനൈസൻസ് ഇൻ ആർട്സ്, നവോത്ഥാനത്തിലുള്ള കലകൾ.
The Renaissance spirit was most pronounced in painting. Leonardo da Vinci was one of the great painters of this period. The Mona Lisa and the Last Supper are his famous paintings. ലിയോണാർഡോ ഡാ വിഞ്ചി റിനൈസൻസ് പീരീഡിലെ ഒരു ഫേമസ് ആയ കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ വർക്ക്സ് ആയിരുന്നു മൊണാലിസ ആൻഡ് ദി ലാസ്റ്റ് സഫർ. അടുത്ത പേജ് നോക്കൂ. 11. The pictures of a few prominent Renaissance painters and their works are given below. കണ്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് തന്നിരിക്കുന്നത്, മൊണാലിസ. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത് പഠിക്കാവുന്നത്. The Mona Lisa is a famous painting of the Renaissance period. The mysterious smile of Mona Lisa has led to much discussions and debates. Leonardo da Vinci, the famous artist of the Renaissance period, completed the painting in between AD 1503 and AD 1505. It is preserved in the Paris Museum. മൊണാലിസ ഒരു ഫേമസ് ആയ ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു. അത് ലിയോണാർഡോ ഡാ വിഞ്ചിയാണ് വരച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയ വർക്കായിരുന്നു ദി മൊണാലിസ. അത് വരയ്ക്കാനെടുത്ത വർഷം AD 1503 ആൻഡ് AD 1505 എന്നീ ഇത്രയും വർഷങ്ങളെടുത്താണ് മൊണാലിസ എന്ന വർക്ക് വരച്ചത്. ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ഇൻ ദി പാരീസ് മ്യൂസിയം. അത് ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പാരീസ് മ്യൂസിയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പടവും അദ്ദേഹത്തിൻ്റെ വർക്ക്സും ഇതാ കൊടുത്തിട്ടുണ്ട്. വേറെ കുറേ പേര് ഇവിടെ കുറേ ചിത്രകാരന്മാരുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ വർക്ക്സുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിയോണാർഡോ ഡാ വിഞ്ചി, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയ വർക്കാണ് ദി ലാസ്റ്റ് സപ്പർ, ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അത് മൈക്കിൾ ആംഗിളാണ് വരച്ചത്. റാഫേൽ, ദി സ്കൂൾ ഓഫ് ആഥൻസ്. ഇനി അടുത്ത പേജിലോട്ട് നമുക്ക് പോകാം. പേജ് നമ്പർ 12. The excellence in art was not limited to painting. In course of time, sublime works were created in the field of architecture, sculpture and music. അന്ന് പെയിന്റിങ്ങിന് അത്ലറ്റിക് പ്രാധാന്യമുണ്ട്. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആർക്കിടെക്ചറും സ്കൾപ്ചറും മ്യൂസിക്കും വന്നു. എന്ന് വെച്ചാൽ പാട്ടുകളും ശില്പകലാ രീതികളും വന്നു. The prominent sculptors and architects and their works can be identified from the following works. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, കണ്ടല്ലോ എല്ലാവരും. അവരുടെ വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോറൻസോ ഗിബർട്ടി, ദി ഡോർ ഓഫ് ദി ഫ്ലോറൻസ്, ബാപ്റ്റിസ്റ്ററി, ഡൊണാറ്റെല്ലോ, ഗെറ്റമെൽട്ട. ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് examine the pictures and fill out the names of Renaissance arts, their notable works and respective fields. അത് അവരെഴുതിയതും കലാകാരന്മാരുടെ വർക്ക്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോറൻസോ ഗിബർട്ടി, ദി ഡോർ ഓഫ് ദി ഫ്ലോറൻസ്, ബാപ്റ്റിസ്റ്ററി, ഫീൽഡ് ആർക്കിടെക്ചർ. ലിയോണാർഡോ ഡാ വിഞ്ചി, മൊണാലിസ, ദി ലാസ്റ്റ് സപ്പർ പെയിന്റിംഗ്. മൈക്കിൾ ആംഗിളോ, ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് പെയിന്റിംഗ്. റാഫേൽ, ദി സ്കൂൾ ഓഫ് ആഥൻസ് പെയിന്റിംഗ്. ഡൊണാറ്റെല്ലോ, ഗെറ്റമെൽട്ട, സ്കൾപ്ചർ. ഇത് ഇന്നത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോളൂ എല്ലാവരും. Examine the pictures and fill out the names of Renaissance arts, their notable works and respective fields. എല്ലാവരും അടയാളപ്പെടുത്തിയോ? എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം അത്ര എഴുതണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി. ബൈ. Hi friends, I am Nidal. Welcome to science class. Take page number 7, chapter 1. Know the plant world closely. സസ്യലോകത്തെ അടുത്തറിയാം. Look at the picture. എന്തൊക്കെയാണ് പടത്തിൽ കാണുന്നത്? Yes, the picture shows diverse food materials. From where do we get them from? എവിടെ നിന്നാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്? Yes, from plants. Are all part of plant, aren't they? Are you able to identify these plants? ഒരു ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെയാണോ? എങ്ങനെയാണ് നമ്മളിത് തിരിച്ചറിയുന്നത്? Yes, we identify by root, seed, flower, leaf, stem. വേര്, വിത്ത്, പൂവ്, ഇല, കാണ്ഡം. Do we use only the leaf of amaranthus for our food? No, we also use stem as food. We use different part of plant for food.
പ്ലാന്റ്സിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളാണ് നമ്മൾ ഭക്ഷിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത്. The edible part in each plant is different. Take next page. Do all plants have edible parts? ഒരു ചെടിയുടെ എല്ലാ പാർട്സും കഴിക്കാവുന്നതാണോ? No, അല്ല. Observe the picture. What do we use these plants for? ചിത്രം നിരീക്ഷിക്കൂ. എന്തൊക്കെയാണ് അതിൽ കാണുന്നത്? Yes, the picture shows pepper, cloves, turmeric, ginger, cardamom. അതായത് കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ഇഞ്ചി, ഏലം. We make use of plant as spices, medicines and for many other purposes. മരുന്നാവശ്യങ്ങൾക്കായി നമ്മൾ ചില ചെടികൾ ഉപയോഗിക്കാറുണ്ട്. Common plants like ആടതൊട, കറി ലീഫ് പ്ലാന്റ് അതായത് കറിവേപ്പില, ഹിബിസ്കസ് ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, നീം വേപ്പില, ടെസ്മിനോട്ട് തൊട്ടാവടി etc. are medicinal plants. In bottom of your text, page number 8, there is an activity for you. Let's read. Spot out these plants from your surroundings and tabulate their uses in your science diary. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള മെഡിസിനൽ പ്ലാന്റ്സ് നിങ്ങളുടെ സറൗണ്ടിങ്സിലും ഉണ്ടാകും. അവ കണ്ടെത്തി അവയുടെ ഉപയോഗങ്ങളും രേഖപ്പെടുത്തി സയൻസ് ഡയറിയിൽ എഴുതുക. Can we imagine a world without plants? No, not at all. All animals depend on plants for food. എല്ലാ മൃഗങ്ങളും ചെടികളെയും മരങ്ങളെയും ആശ്രയിക്കുന്നു. Plants provide food for us, but where do they get food from? Yes, we know plants prepare food by photosynthesis. Our next topic is about photosynthesis. Let's read. Photosynthesis. Plants absorb water through their roots. The water contains various minerals. Plants also absorb carbon dioxide from the atmosphere through minute pores present in their leaves. All these are done for preparation food. Preparation of food takes place in the leaf. This process is called photosynthesis. Sunlight and pigment present in leaves called chlorophyll are essential for photosynthesis. The product of photosynthesis is glucose. Oxygen is also formed along with this and it released during daytime. The glucose formed through photosynthesis is later converted into starch. Plants prepare their own food and hence they are known as autotrophs. അപ്പോൾ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? എന്താണ് പ്രകാശ സംശ്ലേഷണം? പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ്. വേരിൻ്റെ സഹായത്തോടെ ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു. ദീസ് വാട്ടർ കണ്ടെയ്ൻ വേരിയസ് മിനറൽസ്. ഈ വെള്ളത്തിൽ ധാരാളം ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ത്രൂ മൈന്യൂട്ട് പോർസ് പ്രസന്റ് ഇൻ ദെയർ ലീവ്സ്. കൂടാതെ ലീഫിലെ മൈന്യൂട്ട് പോർസിലൂടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. All these are done for preparing food. Preparation of food take place in leaves. ലീവ്സിലാണ് ഫുഡ് പ്രിപ്പറേഷൻ പ്ലാന്റ്സിൽ നടക്കുന്നത്. This process is called photosynthesis. ഈ പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. Sunlight and pigment present in leaf called chlorophyll are essential for photosynthesis. സൺലൈറ്റും ക്ലോറോഫിലും ഫോട്ടോസിന്തസിസിന് അത്യാവശ്യമാണ്. The product of photosynthesis is glucose. Oxygen is also formed along with this and is released during daytime. ഈ സമയം ഓക്സിജൻ ഉണ്ടാകുന്നു and it released during daytime. ഇത് പുറത്തേക്ക് വിടുന്നത് പകൽ സമയത്താണ്. The glucose formed through photosynthesis is later converted into starch. Glucose അടുത്ത് അന്നജമായി മാറുന്നു. Plants prepare their own food and are hence they known as autotrophs. Plants സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് അവയെ ഓട്ടോട്രോപ്സുകൾ എന്ന് വിളിക്കുന്നു. There is a picture given in the right side of your textbook about photosynthesis.
By analyzing the picture, complete the box here. Complete the box given here. Carbon dioxide plus water, sunlight and chlorophyll gives dash and dash. Then take next page. Our next topic is about stomata. What is stomata? Plants absorb carbon dioxide and release oxygen during photosynthesis. These gaseous exchange take place through small pores in the leaf. These pores are called stomata. They also release water from plants to the atmosphere. Plants absorb carbon dioxide and release oxygen during photosynthesis. Plants carbon dioxide absorb ചെയ്യുമ്പോൾ oxygen release ചെയ്യുമെന്നറിയാമല്ലോ. These gases exchange take place through small pores in the leaf. These pores are called stomata. അപ്പോൾ എന്താണ് സ്റ്റൊമാറ്റ? യെസ്, ദ റെസ്പിറേറ്ററി സിസ്റ്റം നടക്കുന്ന സ്മാൾ പോഴ്സിനെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിന്ന് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ പല ഭാഗങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സിനെയും പരിചയപ്പെട്ടു. എല്ലാ ആനിമൽസും ഫുഡിന് വേണ്ടി പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ പ്രധാന ഭാഗമായ സ്റ്റൊമാറ്റയെയും പറ്റി നമ്മൾ പഠിച്ചു. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ആക്ടിവിറ്റികളെല്ലാം ചെയ്ത് വീട്ടിൽ സുരക്ഷിതരായിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു. Hello my dear children, welcome to our basic science class. Today we study our third lesson, lesson 3, flower to flower, പൂവിൽ നിന്ന് പൂവിലേക്ക്. പൂക്കളും പൂമ്പാറ്റകളും നമുക്ക് എന്നും കൗതുകമുള്ള കാഴ്ചകളാണല്ലോ. Flowers and butterflies are always a wonderful sight to us. സ്കൂളിലെ ശലഭോദ്യാനത്തിൽ ഏതൊക്കെ ശലഭങ്ങൾ വരുന്നു എന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? Have you ever observed the different kinds of butterflies that visit the butterfly park in the school? എല്ലാ ശലഭങ്ങളും എല്ലാ പൂക്കളിലും വരുന്നുണ്ടോ? Do all the butterflies visit all the flowers? നാം ദിവസവും വിവിധ തരം പൂക്കൾ കാണുന്നുണ്ട്. We see varieties of flowers every day. പൂന്തോട്ടത്തിൽ മാത്രമാണോ പൂക്കളുള്ളത്? Are gardens the only place where we find flowers? നിങ്ങൾക്ക് ഏതെല്ലാം പൂക്കളുടെ പേരറിയാം? Mention the names of flowers you know. അതെ, ജാസ്മിൻ, മുല്ല, ഹിബിസ്കസ്, ചെമ്പരത്തി, റോസ് പ്ലാന്റ്, റോസ, ഒലിയാണ്ടർ, അരളി തുടങ്ങിയ നിരവധി പൂക്കളുടെ പേര് നിങ്ങൾക്കറിയാം. എല്ലാ പൂക്കളും ഒരുപോലെയാണോ? ഏതെല്ലാം കാര്യത്തിൽ വ്യത്യാസമുണ്ട്? Are all flowers alike? In what respects are they different? Yes, fragrance, മണം, number of petals, ഇതളുകളുടെ എണ്ണം, size, വലിപ്പം, color, നിറം, shape, ആകൃതി, single flower or inflorescence, ഒറ്റപ്പൂവ് അല്ലെങ്കിൽ പൂങ്കുല, day blooming or night blooming, പകൽ വിരിയുന്നത് അല്ലെങ്കിൽ രാത്രി വിരിയുന്നത്. നമ്മൾ അലങ്കാരത്തിനും ആഘോഷത്തിനുമൊക്കെ പലതരം പൂക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെ, don't we use different kinds of flowers for decorations and celebrations? Yes. സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും? What may be the use of flowers for plants? ഒരു പൂക്കാഴ്ച, a spectacle of flowers. നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം. Let us go to a garden and observe each flowers carefully.
ഒന്നാമത്തെ ചാപ്റ്റർ നമ്പർ വേർഡ് 10ാമത്തെ പേജിൽ ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ്സ്. ബോർഡിൽ പ്ലാനറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്. പ്ലാനറ്റ്സിൽ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറോണസ്, നെപ്റ്റ്യൂൺ. ഇത്രയുമാണ് പ്ലാനറ്റിലുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ? എർത്തിൻ്റെ ദൂരം എത്രയെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് നോക്കി നമ്പർ എഴുതാം. എർത്ത്, ഇതാണ് ഇതിൻ്റെ ആൻസർ. വലിയ നമ്പർ വായിക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് തിരിക്കണം. വൺസ് പ്ലേസും, ടെൻസ് പ്ലേസും, 100 പ്ലേസും ഇവ ഒരു ഗ്രൂപ്പ്. 1000 പ്ലേസും 10,000 പ്ലേസും ഇവ ഒരു ഗ്രൂപ്പ്. ലാക്കും 10 ലാക്കും ഇവ ഒരു ഗ്രൂപ്പ്. കോർ 10 കോർ ഒരു ഗ്രൂപ്പ്. ഇനി നമുക്കിത് വേർഡ്സിലോട്ടാക്കാം. കോർ, 96, lakh and 11. Hi children, how are you? Are you fine? Have your breakfast? Yes, good. How many members are there in your family? Yes, father, mother, brother, sister, grandpa and grandma. Do you love your grandparents? Do you talk with them? Now we are going to meet a boy and his grandpa. Let's enjoy the poem. Please listen. Page number 25. The Little Boy and the Old Man by Sheldon Allen. Said the little boy, sometimes I drop my spoon. Said the little old man, I do that too. The little boy whispered, I wet my pants. I do that too, laughed the little old man. Said the little boy, I often cry. The old man nodded. So do I. But worst of all, said the boy, it seems grown-ups don't pay attention to me. And he felt the warmth of a wrinkled old hand. I know what you mean, said the little old man. This is a lovely poem by Sheldon Allen. This is the conversation between the boy and his grandpa. Children, read the poem silently and find out the difficult words. Do you know the meaning of attention? It's listen carefully. Say louder, listen carefully. As we know, this is a conversation between a boy and his grandpa. Most of us are our grandparents. Shall we listen Allen's profile? Sheldon Allen was an American poet, singer, cartoonist, screenwriter and author of children's book. He is famous for his poems and theater practices. The Little Boy and the Old Man is taken from the book Verse Alive, which includes a number of poems. Are you happy now? Let's together recite the poem. The Little Boy and the Old Man. Say louder. The little boy and the old man. Said the little boy, sometimes I drop my spoon. Said the little old man, I do that too. The little boy whispered, I wet my pants. I do that too.
old man, said the little boy. I often cry. The old man nodded. So do I. But worst of all, said the boy, it seems grown-ups don't pay attention to me. And he felt the warmth of a wrinkled old hand. I know what you mean, said the little old man. Do you understand the poem? Do you like the poem? Now write a similar poem. Let's wind up the class. Okay. Thank you, children, and have a nice day. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റെ പേര് ലാൽജിത്യസ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് ഹിന്ദിയുടെ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഗുൽമോഹർ കാ ജന്മദിനം എന്നുള്ള പാഠഭാഗത്തിന് മുമ്പ് ആദ്യം തന്നിരിക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. कश्यप निवास जूहू मुंबई 4 मई 2014। प्रिय निर्मल, नमस्ते। परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है। मैं उसकी वर्षगांठ मना रही हूँ। तुम जरूर आना। परसों शाम को 4:30 बजे। तुम्हारी मीना. ഇവിടെ നമുക്കൊരു ഫ്രണ്ട്ലി ലെറ്റർ ആണ് കാണാൻ കഴിയുന്നത്. ലെറ്ററിൽ അഡ്രസ്, ഡേറ്റ്, അതുപോലെ ലെറ്ററിന്റെ ബോഡി, ഇങ്ങനെയുള്ളതെല്ലാം ഒരു ലെറ്ററിന് ആവശ്യമാണ്. ഒരു ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് ആദ്യം വലതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് ഫ്രം അഡ്രസ് അതിന് തൊട്ട് താഴെയായിട്ട് ഡേറ്റ്, അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള വരിയിൽ ചേർന്ന് തന്നെ ഇടതുവശത്തും മുകളിലായിട്ട് നമ്മള് അഭിസംബോധന, അതായത് ടു അഡ്രസ് എനിബഡി, നമ്മൾ അഭിസംബോധന ചെയ്ത് എഴുതണം. അവിടെ അതിനുശേഷം ലെറ്ററിന്റെ ഇതിന് താഴെയായിട്ട് ലെറ്ററിന്റെ ബോഡി, ലാസ്റ്റ് യുവർ ലവിങ് ഫുള്ളി. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് എഴുതും പോലെ നമ്മൾ കത്തെഴുതുന്ന ആരാണോ അവരുടെ പേര് വെച്ചിട്ട് തുമാരി മീന, അങ്ങനെയുള്ള സെന്റൻസുകൾ നമുക്ക് ചേർക്കാം. ഇതിന് ഫ്രം അഡ്രസ്, നമുക്ക് പഠിക്കാനുള്ള കത്തിലുള്ള ഫ്രം അഡ്രസ് എന്ന് പറയുന്നത് കശ്യപ് നിവാസ് ജൂഹു മുംബൈ. ജൂഹു എന്ന് പറയുന്നത് മുംബൈയിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണ്. അടുത്ത് അതിന്റെ തൊട്ടു താഴെ തന്നെ ഡേറ്റും തന്നിട്ടുണ്ട്. 4 മൈ 2014, 4 മെയ് 2014. അടുത്ത് ടു അഡ്രസ് ദി പേഴ്സൺ, അഭിസംബോധന ചെയ്യാനായിട്ട് ഇവിടെ പ്രിയ നിർമ്മൽ, നമസ്തേ. അതാണ് ഇത് എഴുതുന്ന ആള് കിട്ടേണ്ട ആളുടെ അഡ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയാൾ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് പ്രിയ നിർമ്മൽ, നമസ്തേ. അതിന് താഴെയായിട്ട് ലെറ്ററിന്റെ ബോഡി നമുക്ക് കാണാൻ കഴിയും. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. परसों എന്ന് വെച്ചാൽ നാളെ. മേരെ പ്യാരെ ഗുൽമോഹർ കെ പേട് കാ 5വാം ജന്മദിൻ ഹെ. നാളെ എന്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിന്റെ 5ാമത്തെ ജന്മദിനമാണ്. ഗുൽമോഹർ, നമുക്ക് ഇതിന് തൊട്ട് മുകളിലുള്ള ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ചുവന്ന പൂക്കളുള്ള ഒരു ചെറിയ മരം. ഇതാണ് ഗുൽമോഹർ ചെടി. ഇത് പല നിറങ്ങളിലുള്ള പൂക്കുന്ന മരങ്ങളുണ്ട് ഗുൽമോഹറില്. മഞ്ഞ, ചുവപ്പ്, ഇങ്ങനെ പല നിറങ്ങളുണ്ട്. मैं उसकी वर्षगांठ मना रही हूँ. ഞാൻ അതിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നു. तुम जरूर आना. जरूर, തീർച്ചയായും. നീ തീർച്ചയായും വരണം. परसों शाम को 4:30 बजे. നാളെ വൈകുന്നേരം 4:30 മണിക്ക്.
परसों अर्थम നമുക്കറിയാം നാളെ शाम को വൈകുന്നേരം 4:30 बजे 4:30 നമുക്കറിയാം 4 बजे മണി അപ്പോൾ परसों शाम को 4:30 बजे നാളെ വൈകുന്നേരം 4:30 മണിക്ക് തുമാരി മീന. ഇതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള കത്ത്. ഇതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള കത്ത്. നിങ്ങളും ഇതുപോലെ കത്തുകൾ എഴുതി പരിശീലിക്കുക. തൊട്ടടുത്ത പേജില് അവിടെ നമുക്ക് ഒരു ബാക്ചീത്താണ് കാണാൻ കഴിയുന്നത്. ബാക്ചീത്ത് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ. അത് നമുക്കിവിടെ അതിന്റെ ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ഒരു കുട്ടി ടെലിഫോണിലൂടെ മറ്റൊരാളുമായി സംസാരിക്കുന്നത്. നമുക്ക് ആ ബാത്ചീത്ത് ഒന്ന് വായിച്ചു നോക്കാം. हेलो हेलो निर्मल, कैसी हो? तुम्हें मेरी चिट्ठी मिल गई? हाँ, इसलिए तो टेलीफोन कर रही हूँ. मुझे तुम्हारी चिट्ठी समझ में नहीं आई. किसका जन्मदिन है? अरे तो लिखा था चिट्ठी में हमारे गुलमोहर के पेट का. गुलमोहर के पेट का? अरे कोई पेट का भी जन्मदिन मनाते हैं? तो मेरे साथ मजाक तो नहीं कर रही? सच सच बताओ मीना, सच मैं मजाक नहीं कर रही. पर पेट का जन्मदिन क्यों मना रही हो? इसकी एक कहानी है, बस तुम जरूर आना. मैं तुम्हें सारी कहानी बता दूंगी. अच्छा, जरूर आऊंगी. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള കോൺവെർസേഷൻ. രണ്ട് കൂട്ടുകാരികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇത്. നമ്മൾ സാധാരണ മൊബൈലില് അല്ലെങ്കിൽ ടെലിഫോണിലൊക്കെ വിളിക്കുമ്പോൾ തുടങ്ങുന്നത് പോലെ തന്നെ ഹലോ എന്ന് പറഞ്ഞിട്ടാണ് അവരും തുടങ്ങുന്നത്. ഹലോ നിർമ്മൽ, കൈസി ഹോ? തുമേ മേരി ചിട്ടി മിൽ ഗയി. ഹലോ നിർമ്മൽ, നീ എങ്ങനെ ഇരിക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെ എങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം നിനക്ക് ഞാൻ അയച്ച കത്ത് കിട്ടിയോ? മീനയാണ്, ഈ കുട്ടിയുടെ പേര് മീന എന്നാണ്. മീനയാണ് നിർമ്മലിന് ഈ കത്ത് അയക്കുന്നത്. തൊട്ട് മുമ്പിലത്തെ പേജിൽ നമ്മൾ പഠിച്ച ഈ കത്ത്. तुम्हें मेरी चिट्ठी मिल गई? നിനക്ക് എന്റെ കത്ത് കിട്ടിയോ? हाँ, इसलिए तो टेलीफोन कर रही हूँ. അതെ, കിട്ടി. ഇതുകൊണ്ടാണ് ഞാനിപ്പോ നിന്നെ വിളിച്ചത്. ടെലിഫോൺ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെലിഫോൺ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ടെലിഫോൺ. മുझे तुम्हारी चिट्ठी समझ में नहीं आया. എനിക്ക് നിന്റെ കത്ത് ഒട്ടും മനസ്സിലായില്ല. ये किसका जन्मदिन है? ഇത് ആരുടെ ജന്മദിനമാണ്? अरे लिखा तो था चिट्ठी में हमारे गुलमोहर के पेड़ का. ഞാൻ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ചിട്ടി എന്ന് വെച്ചാൽ കത്തെന്നാണ് അർത്ഥം. लिखा तो था चिट्ठी में, ഞാൻ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. हमारे गुलमोहर के पेड़ का, ഞങ്ങളുടെ വീട്ടിലെ ഗുൽമോഹർ മരത്തിന്റെ. गुलमोहर के पेड़ का? अरे कोई पेड़ का भी जन्मदिन मनाते हैं? ഗുൽമോഹർ മരത്തിന്റെയോ? ആരെങ്കിലും മരത്തിന്റെ ജന്മദിനം ആഘോഷിക്കുമോ? അപ്പൊ നമുക്കായിരുന്നാലും മരത്തിന്റെ ജന്മദിനം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയോ മറ്റോ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷെ മരത്തിനൊക്കെ ജന്മദിനം ആഘോഷിക്കുന്നത് അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ആശ്ചര്യം തോന്നാറുണ്ട്. അതേപോലെ ആശ്ചര്യത്തിൽ നിർമ്മലും മീനയോട് ചോദിക്കുകയാണ്, അരേ കോയി പേട് കാഫി ജന്മദിൻ മനാത്തെ ഹേ? അതെ, ആരെങ്കിലും മരത്തിന് ജന്മദിനം ആഘോഷിക്കുമോ? തും മേരാ സാത്ത് മസാക് നഹീ കർ രഹി? നീ എന്നെ ഇട്ട് കളിപ്പിക്കുകയൊന്നും അല്ലല്ലോ അല്ലേ? സച്ച് സച്ച് ബതാവോ മീന, സത്യം പറയൂ മീന. സച്ച് മേ മസാക് നഹീ കർ രഹി, സത്യം, ഞാൻ നിന്നെ ഇട്ട് കളിപ്പിക്കുകയല്ല. पर पेड़ का जन्मदिन क्यों मना रही हो? പക്ഷെ മരത്തിന്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? इसकी एक कहानी है, बस तुम जरूर आना. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്, നീ തീർച്ചയായും വരണം. मैं तुम्हें सारी कहानी बता दूंगी. ഞാൻ നിനക്ക് മുഴുവൻ കഥയും പറഞ്ഞു തരാം. अच्छा, जरूर आऊंगी. ശരി, ഞാൻ തീർച്ചയായും വരാം. ഇതാണ് നിർമ്മലും മീനയും, ഈ രണ്ട് കൂട്ടുകാരികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് അവരുടെ കോൺവെർസേഷൻ.
നിർമ്മൽ എന്ന കുട്ടിയാണ് ആദ്യം ഇങ്ങോട്ട് വിളിക്കുന്നത്. അടുത്ത് മീന തിരിച്ച് സുഖമായി ഇരിക്കുന്നോ എന്നും നിനക്ക് ഞാൻ അയച്ച കത്ത് കിട്ടിയോ എന്നും ചോദിക്കുന്നു. നിർമ്മൽ അതിന് മറുപടിയായി തനിക്ക് കത്ത് കിട്ടിയെന്നും അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോ ഫോൺ വിളിച്ചതെന്നുമാണ് പറയുന്നത്. ഇത് ആരുടെ ജന്മദിനമാണെന്ന് മനസ്സിലാകാഞ്ഞിട്ടാണ് നിർമ്മൽ മീനയെ ഇപ്പോ टेलीफोन വിളിച്ചത്. अरे तो लिखा तो था चिट्ठी में हमारे गुलमोहर के पेड़ का കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ എന്നും തങ്ങളുടെ വീട്ടിലെ ഗുൽമോഹർ മരത്തിന്റെ പിറന്നാളാണെന്നും മീന പറയുന്നു. ഇതിന്റെ ആശ്ചര്യം കൊണ്ട് മരത്തിനും ആരെങ്കിലും ജന്മദിനം ആഘോഷിക്കുമോ എന്നും ചോദിക്കുന്നു. തന്നെയായിട്ട് കളിപ്പിക്കുകയാണോ എന്നുള്ള സംശയവും നിർമ്മൽ ചോദിക്കുന്നു. സത്യമായും കളിപ്പിക്കുകയല്ല എന്ന് മീന തിരിച്ച് മറുപടി കൊടുക്കുന്നു. ഇതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ടെന്നും ബർത്ത്ഡേ ഫംഗ്ഷന് വരുമ്പോ ഈ കഥ നിനക്ക് പറഞ്ഞു തരാമെന്നും മീന പറയുന്നു. ഇതാണ് ഈ കോൺവെർസേഷനിലുള്ളത്. നിങ്ങൾ ഇതുപോലുള്ള കത്തുകൾ എഴുതാനായി ശ്രമിക്കുക. സ്വയമോ മാതാപിതാക്കളുടെ സഹായത്തോടെയോ എഴുതുക. ഇതുപോലുള്ള കോൺവെർസേഷനുകളും എഴുതുക. അതും സ്വയമോ മാതാപിതാക്കളുടെ സഹായത്തോടെയോ മറ്റ് ബുക്കുകളുടെ സഹായത്തോടെയോ എഴുതാൻ ശ്രമിക്കുക. താങ്ക് യു. ഇന്നത്തെ ക്ലാസ് തീർക്കാൻ സമയമായി. താങ്ക് യു. Good morning. My name is Adrasti. I am a student teacher. I hope all of you are fine and happy at your home. I think all of you know the importance of this day. What is the importance? Yes, today is Teachers' Day, so that I am here to teach you. We have already studied medieval India, its society, resources, and its trade. Now we are going to study the third unit, Kerala, the land, the rain, and the people. Kerala, the land, the rain, and the people. Today we are comparing Kerala with our neighboring state. Do you know which is our neighboring state? Yes, correct. Very good. Tamil Nadu. Tamil Nadu is the neighboring state of Kerala. Tamil Nadu is one of the lead supplier of vegetables, flowers, and groceries to Kerala. Why? There is no favorable conditions in Kerala. Okay, shall we compare Kerala with our neighboring state, Tamil Nadu? We are comparing the agricultural situations. Which are the major soil types in Kerala? Anybody know the answer? Yes, correct. Alluvial soil, laterite soil, forest soil, and red soil. Once more, alluvial soil, laterite soil, forest soil, and red soil. Then in Tamil Nadu, anybody know the answer? No? Okay, I'll tell you, listen. Red soil, black soil, laterite soil, coastal alluvia. Once more, red soil, black soil, laterite soil, coastal alluvia. Kerala and Tamil Nadu has almost same type of soil types, but alluvial soil, which is ideal for agriculture, exists where? Yes, correct. In Kerala. Then, what about the water availability in Kerala? Okay, listen here, I will tell you. Kerala has annual rainfall of 300 cm, 44 rivers. As rainfall is sufficient, irrigation is not necessary in most places. Do you know which is the longest river in Kerala? Yes, correct, Periyar. Periyar is the longest river in Kerala. Longest river.
Kerala? Periyar. Then, which is the second longest river in Kerala? Yes, correct. Fardapura. Fardapura is the second longest river in Kerala. Second longest river in Kerala. Fardapura. Fardapura is the second longest river in Kerala. Then, which is the smallest river in Kerala? Yes, correct. Manjeshwarapura. The smallest river in Kerala. Manjeshwarapura. Manjeshwarapura is the smallest river in Kerala. Then, which place in Kerala has the highest rainfall? Anybody know the answer? No? Okay, listen, I will tell you. Neriyamangalam has the highest rainfall in Kerala. Highest rainfall in Kerala. Highest rainfall. Neriyamangalam. Neriyamangalam in Ernakulam district has the highest rainfall in Kerala. Then, which place in Kerala has the lowest rainfall? Anybody know the answer? No? Listen, I'll tell you. The Chinna in Idukki district has the lowest rainfall in Kerala. Chinna in Idukki district has the lowest rainfall in Kerala. Lowest rainfall. Chinna. Chinna in Idukki district has the lowest rainfall in Kerala. I'll repeat this once more. Kerala has annual rainfall of rainfall is sufficient. Irrigation is not necessary in most places. Then, what about the water availability in Tamil Nadu? Anybody know the answer? Okay, listen here, I'll tell you. Tamil Nadu has annual rainfall of 95.9 cm, 44 rivers. As rainfall is scanty, irrigation is essential. Once more, Tamil Nadu has annual rainfall of 95.9 cm, 14 rivers. As rainfall is scanty, irrigation is essential. In amount of rainfall received as well, Kerala is far ahead of Tamil Nadu. Kerala is suitable for agricultural practices, right? Yes, we want to utilize these agricultural conditions well. Okay. In Kerala, the conditions are favorable for the growth of not only coconut, paddy, tapioca, yam and elephant fruit yam, but also spice crops like pepper, ginger and cardamom. Now, we know that Kerala is suitable for agricultural practices. Do you know about the physiographic diversity and agriculture in Kerala? No? Okay, don't worry, I'll tell you, listen. In fifth, you have learned that Kerala is physiographically divided into three. What are they? Yes, correct. Highland, Midland, Lowland. Once more, Highland, Midland, Lowland. Highland, Midland, Lowland. Each of them have
peculiar features. First, we can go through the peculiar features of highland. Geographical features of highland are temperature below 30 degrees Celsius, abundant rainfall, well-drained soil. Once more, temperature below 30 degrees Celsius, abundant rainfall, well-drained soil. Rain, mist and cool weather prevail in our eastern highlands. What are the geographical features in highland? Yes, correct. Excellent. Temperature below 30 degrees Celsius, abundant rainfall, well-drained soil. This region is part of Sahyadri mountain ranges lying well above the sea level. The tea, coffee, spice crops like pepper, ginger and cardamom are the major crops in highland. What are the major crops in highland? Yes, correct. Very good. Tea, coffee, pepper, ginger, cardamom, turmeric. History tells us that it is the fame of these spice crops that made Kerala the favorite destination of foreigners. But the changes in the climate of Kerala and land use have affected this agricultural production in this area. Then in Midland. Midland is sandwiched between highland and lowland. This region is characterized by the diverse crops. Cereals, vegetables, tuber crops, etc. are the part of this diversity. Abundant rainfall, moderately thick layers of alluvial soil in river basins, laterite soil along hilly tracts are the geographical factors of midland for crop cultivation. Abundant rainfall, moderately thick layers of alluvial soil in river basins, laterite soil along the hilly tracts are the major geographical features for crop cultivation in midland. What are the geographical features of midland? Yes, correct. Excellent. Abundant rainfall, alluvial soil in river basins, laterite soil along the hilly tracts. This region is suitable for the cultivation of the chief commercial crop of Kerala. Do you know which is the chief commercial crop of Kerala? Yes, correct. Very good. Rubber. Rubber is the chief commercial crop of Kerala. Extensive cultivation of rubber began in the 20th century. The other crops are yam, tapioca, elephant foot yam, vegetables and plantain. What are the crops cultivated in midland? Yes, correct. Very good. Rubber, plantain, vegetables, tapioca, yam and elephant foot yam. Even small land holdings are now used for rubber cultivation. Why? Because once planted, rubber plant has the merit of long-lasting yield. Okay then, lowland. The lowland lies close to the sea level. The deposits of alluvial soil in the lowlands is ideal for paddy cultivation, and the saline alluvial soil along the hilly tracts for coconut trees. Such regions where these crops were once widely cultivated gradually got transformed into settlements. What are the major crops of lowland? Yes, correct. Very good. Coconut and paddy. Do you know what is the product of paddy? Yes, correct. Excellent. Rice. Rice is the product of paddy. The hike in the price of seeds, fertilizers and cost of labor made agriculture less profitable. As a result, the farmers were forced to switch to other sectors of employment. I will repeat this portion once more. We have compared agricultural situations in Kerala and Tamil Nadu. Kerala's major soil types are alluvial soil, laterite soil, forest soil, red soil, and Tamil Nadu, red soil, black soil, laterite soil, coastal alluvium.
The water availability in Kerala, annual rainfall of 300 centimeter, 44 rivers. As rainfall is sufficient, irrigation is not necessary in most places. In Tamil Nadu has annual rainfall of 95.9 centimeter, 14 rivers. As rainfall is scanty, irrigation is essential. Kerala is suitable for agricultural practices. Kerala is physiographically divided into three: highland, midland, lowland. Each of them has certain peculiar features. Geographical features of highland are temperature below 30 degrees Celsius, abundant rainfall, and well-drained soil. The major crops cultivated in highland: turmeric, pepper, ginger, cardamom, tea, and coffee. Then in midland lies sandwiched between highland and lowland. This region is characterized by the most diverse crops. Cereals, vegetables, and tuber crops are the part of this diversity. The major crops cultivated here are tapioca, yam, elephant foot yam, rubber, plantain, vegetables, etc. The geographical features of midland are abundant rainfall, moderately thick layers of alluvial soil in river basins, laterite soil along the hilly tracts. Then lowland. Lowland lies close to the sea level. Deposits of alluvial soil in the lowlands are ideal for paddy cultivations, and saline alluvial soil along the coastal stretches for coconut trees. Then I'll give you some homework. Prepare a table on the crops cultivated in midland, highland, and lowland. Prepare a table on crops cultivated in highland, midland, and lowland. Then compare Kerala's agricultural situations with other states. Compare Kerala's agricultural situations with other states. Prepare a table on crops cultivated in highland, midland, and lowland. Compare Kerala's agricultural situation with other states. Okay, that's all for today's class. Thank you. Happy Teachers' Day. Stay home, stay safe. Good morning to all. Today we are going to study social science about the Mesopotamian civilization. The Mesopotamian civilization flourished in the valley between the Euphrates and Tigris rivers. The word Mesopotamian means the land between rivers. Mesopotamian civilization flourished ആയത് യൂഫ്രട്ടീസും ടൈഗ്രീസും റിവർ വാലീസിൻ്റെ ഇടയിലാണ്. മെസൊപ്പൊട്ടാമിയൻ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലുള്ള കരഭാഗം. ഇറ്റ് ഈസ് നൗ ഇൻ ഇറാഖ്. ഇപ്പോഴത്തെ ഇറാഖിലാണ് മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്. ദി ക്യൂണിഫോം സ്ക്രിപ്റ്റ് evolved in Mesopotamia.
The ziggurats are the major remains of the great civilization. ക്യൂണിഫോം സ്ക്രിപ്റ്റാണ് മെസ്സപ്പൊട്ടാമിയയിലുള്ള സ്ക്രിപ്റ്റ്. അവരുടെ ടെമ്പിൾ കോംപ്ലക്സ് ആണ് സിഗ്രാറ്റ്സ്. ക്യൂണിഫോം സ്ക്രിപ്റ്റ്സ് അവർ വെഡ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് മാർക്സ് യൂസ് ചെയ്താണ് എഴുതിയിരുന്നത്. അവർ ക്ലേ ടാബിൾസിനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. സിഗ്രാറ്റ്സ് അവരുടെ ടെമ്പിൾ കോംപ്ലക്സ് ആണ്. സിഗ്രാറ്റ്സിൻ്റെ ചുവര് കത്തിച്ച കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉർ എന്ന സ്ഥലത്തുള്ള സിഗ്രാത്ത് ഇപ്പോഴും ആളുകൾക്ക് വന്ന് കാണാൻ ഇപ്പോഴും അവിടെ ഉണ്ട്. The cuneiform is one of the oldest known script developed in the region of Sumer. സുമർ എന്ന റീജിയത്തിൽ ഡെവലപ്പായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ക്യൂണിഫോം. മെസ്സപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.